Assalamualaikum. Welcome to Minuzworld. എല്ലാവർക്കും ഒരിക്കൽ കൂടി മിനുസ്വെല്ലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലബാറിന്റെ തനത് ഡിഷായ ഉന്നക്കായയുടെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും പരിചിതമായ ഡിഷാണ് എന്നറിയാം. എന്നാലും ഞാൻ ഇടുന്ന മെത്തേഡ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന മെത്തേഡ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇൻഗ്രീഡിയൻസ്: നേന്ത്രപ്പഴം 1 കിലോ, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ, റൈസിൻസ്, കാഷ്യൂ നട്ട്സ്, ഷുഗർ, തേങ്ങ, ഓയിൽ, നെയ്യ്. ആദ്യം തന്നെ നമുക്ക് ഈ നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ പുഴുങ്ങി വെച്ച നേന്ത്രപ്പഴമാണ്. അധികം പഴുക്കാത്ത നേന്ത്രപ്പഴമാണ് ഇതിന് വേണ്ടത്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പുഴുങ്ങിയെടുത്ത നേന്ത്രപ്പഴത്തിൻ്റെ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുവിലത്തെ ആ കറുത്ത പോർഷൻസ് എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതൊരു പാത്രത്തിലിട്ടിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്തിട്ട് നമ്മളൊരു മാവിൻ്റെ പരുവത്തിലാണ് ഇതാക്കേണ്ടത്. എന്നാലേ നമുക്കിത് കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളുടെ നേന്ത്രപ്പഴം ഇവിടെ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, അസലൊരു മാവ് പരുവമായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അണ്ടിപ്പരിപ്പ്, മുന്തിരി അത് മാത്രമല്ല, അതിൻ്റെ കൂടെ വേറെ എന്ത് നട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതിലോട്ടിട്ട് കൊടുക്കേണ്ടത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയാണ്. ഈ തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളിട്ട് കൊടുക്കേണ്ടത് ഏലക്കാപ്പൊടിയാണ്. കൂടെ തന്നെ 2 ടീസ്പൂണോളം പഞ്ചസാരയും ആഡ് ചെയ്യാം. പഞ്ചസാര നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. എനിക്കിഷ്ടം ഹാഫ് മധുരമാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുള്ളത്. മധുരം എത്രയും കൂടുന്നതും അത്രയും ടേസ്റ്റ് കൂടും. പക്ഷേ എനിക്ക് അത്ര മധുരം ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മുടെ കൈവെള്ളയിൽ ഒരു നുള്ളി എണ്ണ തടവിയിട്ട് നമുക്ക് ഈ നേന്ത്രപ്പഴം ഒന്ന് ഉരുട്ടിയെടുക്കാം. അതുപോലെ തന്നെ എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പരന്ന് വരും. എന്നിട്ട് അതിലോട്ട് നമ്മുടെ ഫില്ലിങ്സ് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഫില്ലിങ്സ് ഒരിക്കലും ഓവറാവരുത്. ഓവറായി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് കണ്ടോ, ഇതുപോലെ സൈഡൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ തന്നെ ഇതിൻ്റെ ഷേപ്പായി വരും. ഇതാ ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഉന്നക്കായ ഷേപ്പായി വന്നിട്ടുണ്ട്. ഇത് വലിപ്പം കൂട്ടിയൊക്കെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാ ഓരോന്നും ഇപ്പം നമ്മുടെ നേന്ത്രപ്പഴം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അധികം ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിന് നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ സാധനങ്ങളും അതുപോലെ തന്നെ പഴമൊക്കെ വെന്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇതിൻ്റെ ഓരോ ഭാഗവും നമ്മളിങ്ങനെ സൈഡ് ഇങ്ങനെ മാറ്റിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഡിഷസ് ആണ്. മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത് ശരിക്കും ഇഫ്താറിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ്.
ഞാനിവിടെ മക്കൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മളുടെ ഉന്നക്കായൊക്കെ കളർ മാറി വരുന്നുണ്ട്. നമ്മളുടെ ഉന്നക്കായ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഈ റെസിപ്പി കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്സും ഈ പഴത്തിൻ്റെ ടേസ്റ്റും ഒക്കെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ഫീഡ്ബാക്ക്സ് മൊത്തം എന്നെ അറിയിക്കുകയും വേണം കമൻ്റായിട്ട്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് മിനൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും.